ഞങ്ങളിപ്പോൾ ഉള്ളത് പുള്ളി ബീച്ചിലാണ്. ബീച്ചിലല്ല, വിജയനിലൂടെ കോളിങ്ങിലാണ്. ആരാ ജനലിന് ചൂണ്ടിടാൻ വേണ്ടി വന്നാ അല്ലേ ജനലെ അല്ലേ? ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ ഒരു വീഡിയോ ട്രൈ ആണ്. ഇതെല്ലാം പരീക്ഷണങ്ങൾ അല്ലേ? കിട്ടി ശരിയാവുന്ന അറിയണ്ടേ? ഇതിലാണ്ടോ, ഇത് നമ്മളെ ബീച്ചാണ്, നമ്മുടെ സ്വന്തം ബീച്ച്, നമ്മുടെ സ്വന്തം നാട്. കേൾക്കണ്ടോന്നൊന്നും അറിയാൻ പാടില്ല അല്ലേ ജില്ല? അതെ. ഇനി അടുത്ത സ്പോട്ടിൽ പോകുമ്പോൾ വീണ്ടും ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് കാണിച്ചു തരാം. കടൽ കുറച്ച് റഫാണ് മഴ ചെയ്തുകൊണ്ട്. ഞങ്ങളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളവിടെ നിന്ന് നേരെ മലമ്പത്തുനിന്ന് ഞങ്ങളവിടെ നിന്ന് നേരെ ചെറായിലേക്ക് എത്തി അല്ലേ? നമ്മളത് നടന്ന സ്ഥലമാണ് ഓർക്കണ്ട. അവിടെ കാര്യമായിട്ടുണ്ട്. ഞാൻ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ ചുറ്റി നടക്കണത്. അവിടെ മൊത്തം വള്ളങ്ങളാണ്. ഇഷ്ടംപോലെ മീനുണ്ടെന്നുണ്ട്. ചാളയായിരിക്കും മിക്കവാറും. ചാള ഫുള്ള് ചാള. ഈ കാണുന്ന സ്ഥലമൊക്കെ ഇല്ലേ വെള്ളം വന്നത്, ഇതിലെ കൂടെ നടന്നു പോകാൻ പറ്റുമായിരുന്നു നമുക്ക്. ഒരു സമ്മർ സീസണിലൊക്കെ ഇതിലേ നടന്നു പോകാൻ പറ്റും. മഴക്കാലമായി കഴിഞ്ഞ് ഇങ്ങനെയാണ്, ഫുള്ള് വെള്ളവും. അത്രയും കടൽ ഭയങ്കര ക്ലീനായിട്ട് ഇടണമായിരിക്കും. അറ്റം വരും. ഇത് ചെറായി ബീച്ചുണ്ടോ? ചെറായി അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണല്ലോ. വെള്ളത്തിൽ നിറയെ നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഈ വള്ളത്തിലും കേട്ടോ ഒരുപാട് വള്ളങ്ങളുണ്ട് ഇപ്പുറത്തേക്ക്. ഇതുകൊണ്ടോ ഇവിടെ ഉണ്ട് മൊത്തം വെള്ളമാണ്. അത്യാവശ്യം എന്തോ ഉണ്ട്. ചാളയാണ് കൂടുതൽ ഈ സമയത്ത് കിട്ടാറ്. കടലാണെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കടലിൽ നിന്ന് വെള്ളമടിച്ച് കയറി ആദ്യം ഇങ്ങനെ അലമ്പാക്കുന്ന റോഡല്ല. ഫുള്ളിങ്ങനെ വെള്ളമടിച്ച് ഇറങ്ങി കേട്ടോ. അടിപൊളി. ഫുള്ളിങ്ങനെ വെള്ളമടിച്ച് കയറും. അപ്പം ഞങ്ങൾ ചെറായിന്ന് നേരെ മുനമ്പത്തേക്കാണ് പോണത്.
ഇത് മുനമ്പാണ് മുനമ്പം ബീച്ച്. ഇവിടെ ഇങ്ങനെ ആളുകൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, വന്നിരിക്കാനൊക്കെ ആയിട്ടുള്ള. ചീനവര എന്നോട് പൊക്കാൻ വേണ്ടി ചീനവല പൊക്കാണ്. അവിടെ കാണുന്ന പാലമാണ് മുനമ്പത്തുനിന്ന് അഴീക്കോട് കണക്ട് ചെയ്യണ പാലം. പുതിയ പാലമുണ്ട്, പണി തീരാറായിട്ടില്ല, തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് കാണുന്നതാണ് അഴീക്കോട്, അത് കാണുന്ന അഴീക്കോട് ബീച്ച്. അഴീക്കോട് ബീച്ചാണ് ആ കാണുന്നത്. അപ്പുറത്താണ് അതെന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിന്ന് വല വീശാൻ വേണ്ടി തിരുതക്ക് വേണ്ടിയിട്ട്, തിരുതനെ പിടിക്കാനായിട്ട് നോക്കി നിന്നിട്ട് വല വീശും. നോക്കാം. ആചാണ് ഇന്നൊന്നും വലറിയണ ലക്ഷണമില്ല, വേറെ നോക്കാം. അടുത്ത് ഗൈസ് അതാണ് വലറിയാനുള്ള ഒന്നും കാണില്ലാന്ന് തോന്നുന്നു. മുനമ്പത്തിൻ്റെ കാഴ്ചകളാണ് മുനമ്പം ബീച്ചിൻ്റെ. ഇതുവഴിയാണ് ഹാർബറിലേക്ക് ബോട്ടുകളും വള്ളങ്ങളൊക്കെ കയറി പോകുന്നത്. ഇത് അഴിമുഖമാണ്. അഴിമുഖം നേരെ അപ്പുറത്തേക്ക് പാലം കാണില്ലേ, പാലത്തിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് ഹാർബർ. അതാണ് അതിലേക്കുള്ള കടലിലേക്കുള്ള ചാല് അഴി. നമ്മളങ്ങനെ നേരെ ആ പോയി ആ വള്ളങ്ങൾ കാണില്ലേ, 2 വള്ളം അങ്ങോട്ട് തന്നെയല്ലേ, അവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കടലിലേക്ക് കയറും. വെള്ളം ശരിയറിഞ്ഞല്ലേ. ചൂണ്ടിരുന്നുണ്ടോ അവിടെ? ചൂണ്ടക്കരം ഇത് ഇതില്ലേ വള്ളങ്ങളിലെ കാരിയർ ബോട്ടാണ്, മനസ്സിലായോ? അതേപോലെ സെറ്റപ്പാണ് തോന്നുന്നു. ചിലപ്പോൾ മീൻ പിടിക്കാനും പോകണ്ടാവും 2 പേരൊക്കെ ആയിട്ട്. അപ്പുറത്തെ കരയാണ് അഴീക്കോട്. എന്തുണ്ട് ചാളെന്തുണ്ട് കാര്യമായിട്ട്. ഞാൻ ഇവിടെ നിന്ന് പോകണ